ഹായ് വെൽക്കം ബാക്ക് ടു ടാൻഗോ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് അടിപൊളി റോസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഒത്തിരി റോസൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമുക്ക് റെയറായിട്ട് മാത്രം കിട്ടുന്ന 2-3 വെറൈറ്റീസ് മാത്രമേ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റ് വന്നേക്കുന്നത് ബ്ലൂ ഫോർ യു എന്ന് പറയുന്ന റോസാണ്. റെയറാണ്, വളരെ ചുരുക്കം മാത്രം. നമുക്ക് തന്നെ ഒരു ലോഡിൽ 4-5 പ്ലാന്റ്സ് മാത്രമേ ഈ ഒരു പ്ലാന്റ് കിട്ടാറുള്ളൂ. അപ്പോൾ ഇത്തവണയും നമുക്ക് 4 പ്ലാന്റ്സ് മാത്രമേ ഈ ഒരു ബ്ലൂ ഫോറിയുടെ തൈകൾ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളി പ്ലാന്റാണ് ഈ ബ്ലൂ ഫോറിയോ എന്ന് പറയുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. ഒത്തിരി വലുപ്പമുള്ള തൈകളല്ല, ഒരു ഷ്രബ് റോസ് പ്ലസ് ക്രീപ്പറാണിത്. എന്നാൽ ഒരു ക്ലൈംബറിൻ്റെ ടെൻഡൻസി കാണിക്കാറുണ്ട്, എന്നാൽ ക്ലൈംബറും അല്ല ഷ്രബ് റോസും അല്ല, അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് പിങ്ക്, ദ ഫെയറി പിങ്ക് എന്നറിയപ്പെടുന്ന റോസാണ്. നല്ല വെറൈറ്റി ആണ്, കുഞ്ഞു മിനിയേച്ചറാണ് കേട്ടോ. മിനിയേച്ചർ ടൈപ്പാണ്, നല്ല ബ്ലൂമിങ് ആണ്. ഇതും ബഞ്ചായിട്ട് പൂക്കുന്നതാണ്. ഒരു ബ്രാഞ്ചിൽ തന്നെ ഇങ്ങനെ നിറയെ പൂക്കളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഓർക്കിഡ് റോസ് മാതിരിയൊക്കെ ഫ്ലവറിങ് ആവുന്നതാണ്. മിനിയേച്ചറാണ്, ഒരു ബേബി പിങ്ക് കളറാണ്. ഇതിൻ്റെ ലീഫൊക്കെ വന്നിട്ട് നല്ലൊരു ഗ്ലേസിങ് ആണ് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, നമ്മുടെ ബാക്കിയുള്ളതിനെ പോലെ അല്ല, ഇച്ചിരി തിളക്കമുള്ള ഇലകളൊക്കെയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത്. അടിപൊളി വെറൈറ്റിയാണ്. ലൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ്, ബേബി പിങ്ക്. ഇത് ഫെയറി പിങ്ക് എന്നാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത് കേട്ടോ. ഫെയറി പിങ്ക് റോസാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ബുഷി പ്ലാന്റായിട്ട് നമുക്ക് വളർത്താൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഉള്ളത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, അതായത് കമ്പ് കുത്തി പിടിപ്പിക്കുന്ന തൈകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെയും വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ഒത്തിരി പ്ലാന്റ്സ് ഒന്നും നമുക്ക് സെയിലിനായിട്ടില്ല. ഒരു 20 പ്ലാന്റ്സിനകത്ത് മാത്രമേ ഈ ഒരു പ്ലാന്റ് ഓൺ റൂട്ടഡ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടാമതായിട്ട് ഈ ഒരു റോസാണ് നമുക്കുള്ളത്. അപ്പോൾ മൂന്നാമതായിട്ട് വന്നേക്കുന്ന ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് സോൾഡ് ഔട്ട് ആവുന്നതാണ്. ഇപ്രാവശ്യം നമുക്ക് ഒരു 7-8 തൈകൾ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുന്നുണ്ട്. ഇന്നാണ് നമ്മുടെ ലോഡ് അവിടെ നിന്ന് തിരിക്കുന്ന ദിവസം. നമ്മൾ മാക്സിമം കുറച്ച് തൈകൾ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ 7-8 തൈകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു പിങ്കും മജന്തയും ഒരു യെല്ലോയും മാമ്പഴ കളറും എല്ലാം കൂടെ ചേർന്നൊരു മിക്സഡ് ആയിട്ടുള്ളൊരു റോസാണ് കേട്ടോ. ഇത് നല്ല ഹൈറ്റുള്ള, ഈ സെയിം ഹൈറ്റുള്ള പ്ലാന്റ്സാണ് നമുക്കുള്ളത്. അത്യാവശ്യം 2-3 അടി നീളം ഉണ്ടാവും തോന്നുന്നു എനിക്ക് ആ പ്ലാന്റ്. നല്ല ഹൈറ്റുള്ള പ്ലാന്റാണ്. അപ്പോൾ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള 3 പ്ലാന്റ്സ്, ബ്ലൂ ഫോർ യു, അതേപോലെ ദ ഫെയറി പിങ്ക്, പിന്നെ ഈ ഒരെണ്ണം. നല്ല വലിപ്പമുണ്ട്, നല്ലൊരു ഫ്രാഗ്രൻസും ഉണ്ട് കേട്ടോ. ഇത് FBയിൽ ഒരുപാട് പേരെൻ്റെ കയ്യിൽ നിന്ന് ഒരു റോസ് മേടിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ നമ്മൾ FBയിലും സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മൾ ഇതിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ FB പേജ് അഞ്ജന കൃഷ്ണൻ എന്നാണ്. അഞ്ജന കൃഷ്ണൻ FB പേജ് കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. നമുക്ക് അതിനകത്തും സെയിൽ വരുന്നുണ്ട്, ഇതിനകത്തും സെയിൽ വരുന്നുണ്ട്. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ചെയ്യേണ്ടത് ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുന്നവർക്കായിരിക്കും പ്രയോറിറ്റി ഉണ്ടാവുക. ഫസ്റ്റ് വന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാൻസ് അയച്ചു തരിക. ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. കാരണം നമ്മൾ എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലർ നമ്മൾ പറഞ്ഞതുപോലെ വന്ന് പ്ലാൻസ് മേടിക്കും, ചിലരാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ വഴിക്കേ വരില്ല. അപ്പോൾ നമ്മൾ ആർക്കും വേണ്ടിയിട്ട് മാറ്റി വയ്ക്കില്ല. പ്ലാൻസ് ആവശ്യപ്പെട്ട് പേയ്മെൻറ്റ് ഫസ്റ്റ് ആരാണോ ചെയ്യുന്നത് അവർക്കായിരിക്കും പ്ലാൻസ് അയച്ചു തരിക. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരിക. ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ മാക്സിമം നിങ്ങൾ വാട്സപ്പ് കോൾ ചെയ്യാതിരിക്കുക, നോർമൽ കോളും ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു.